ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ സവാള വെച്ചിട്ട് വെറും 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കിട്ടിലൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇത് മതിയാവും, വേറൊന്നും വേണ്ടിയില്ല. പിന്നെ അതുപോലെ നമുക്ക് കുറച്ചധികം ഉണ്ടാക്കി വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് ഞാനിതവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 4 കാന്താരിമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സാധാരണ മുളക് എടുത്താലും മതിയാവും, എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ട് ഞാനത് എടുത്തെന്നുള്ളൂ. അപ്പോൾ സാധാരണ പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ മതിയാവും കേട്ടോ. ഇനി ഇതാ നമ്മുടെ സവാളല്ലേ, അത് ഇതുപോലെ വലിയ വലിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. അതുപോലെ കാന്താരിമുളകും ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളകാണെങ്കിലും ഇതുപോലെ നൈസായിട്ട് ചെറുതാക്കി അരിയണം കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളല്ലേ, അതിൻ്റെ ഓരോ പീസ് എടുത്തിട്ട് ഇതുപോലെ വേർതിരിച്ചെടുക്കുക. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ആക്കിയെടുക്കുക. അപ്പോൾ ഇതാ മുഴുവനായിട്ട് അങ്ങനെ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിവിടെ ഒരു സവാള എടുത്തിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിലധികം സവാള എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതിയാവും. ഇനി ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതായത് ഞാനിവിടെ എടുത്തത് കുറച്ച് ഏറിപ്പോയിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ അതാ ഒരു 3-4 വറ്റൽമുളകാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതാ ഞാൻ സെയിം കാന്താരി മുളക് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇവിടെ ഉള്ളതിനെ കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല, ഇതാണ് ഏറ്റവും ബെറ്റർ എന്ന് വെച്ചിട്ടാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഇതാ ആവശ്യത്തിന് ഒരു അല്ലി കറിവേപ്പിലല്ലേ, അത് ചെറുതാക്കി അരിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള ഇതിൽ കൂടുതൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ അളവ് അതിനനുസരിച്ച് കൂട്ടി കൊടുക്കണം കേട്ടോ. പിന്നെ ഇതാ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിന്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുക. ഇത് ഒരിക്കലും കരിഞ്ഞു പോകരുത് കേട്ടോ. പിന്നെ അധികം ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ. ചട്ടീൻ്റെ ആ ഒരു ചൂടുണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ ഇത് കുക്കായി കിട്ടിക്കോളും. പിന്നെ കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും, പിന്നെ ഇതുകൊണ്ടൊരു യൂസും ഉണ്ടാവില്ല. പിന്നെ അതാ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ സവാളല്ലേ, അതിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്, ഒരു ബൗളിലേക്ക്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സുർക്കയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സുർക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ വിനാഗിരി ഇല്ലേ, അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ മിക്സിലെ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ടൈമിൽ എടുത്താണ്ട് യൂസ് ചെയ്താൽ മതിയാവും. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്, നമ്മുടെ ചോറിൻ്റെ കൂടെ നല്ല കിടിലൻ കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ ഇത് കൂടുതൽ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. കൂടെ ലൈക്കും ചെയ്യണേ.